ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നതായ വിഷയം ജൂലൈ മാസം 1-ാം ഞായറാഴ്ചത്തെ ചിന്താവിഷയമാണ്. തൊഴിലധിഷ്ഠിത ആരാധന, ഉദ്യോഗത്താൽ ദൈവത്തെ ആരാധിക്കുക. വർക്കേഴ്സ് വർഷിപ്പ്, ഓണറിംഗ് ഗോഡ് ഇൻ അവർ പ്രൊഫഷൻസ് എന്നുള്ളതാകുന്നു. കാര്യവിചാരക ഞായറാഴ്ചയായിട്ടാണ് നാം ഈ ഞായറാഴ്ച കൊണ്ടാടുന്നത്. കാര്യവിചാരകൻ അഥവാ സ്റ്റുവാർഡ് എന്ന വാക്കിന് യവനായ ഭാഷയെ ഇക്കോണോമസ് എന്നാണ് പറയുന്നത്. ഗൃഹവിചാരകന്മാരെല്ലാവരും കാര്യവിചാരന്മാരായിരുന്നു. അബ്രഹാമിന്റെ ദാസനായ എലിയാസർ ഗൃഹവിചാരകനായിരുന്നു. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കുവാൻ എലിയാസറിനെയാണ് ഏൽപ്പിക്കുന്നത്. തൻ്റെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന് വേണ്ടി അബ്രഹാം ദാസനെ നിയോഗിക്കുന്നു എന്നുള്ളത് അവനുള്ള വിശ്വസ്തതയ്ക്ക് പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എലിയാസർ വളരെ ഭംഗിയായി നിറവേറ്റി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം, ആ നിയോഗം പൂർത്തീകരിച്ചിരിക്കുന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടിയും കൃത്യതയോടെയും പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് ഗൃഹവിചാരകൻ അഥവാ കാര്യവിചാരകൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഉടമസ്ഥനാണെന്ന് തോന്നിപ്പോകും. കാരണം ഉടമസ്ഥൻ ചെയ്യുന്ന അതേ കൃത്യതയോടുകൂടിയും വിശ്വസ്തയോടും കൂടി കാര്യവിചാരകൻ അല്ലെങ്കിൽ ഗൃഹവിചാരകൻ തന്റെ പ്രവർത്തി ചെയ്യുന്നു. സംബന്ധത്തെ സംബന്ധിച്ചും സമയത്തെ സംബന്ധിച്ചും പ്രകൃതിയെ സംബന്ധിച്ചും നാം കാര്യവിചാരകനാണ്. നാം ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ ഒക്കെ ആവാം പണം നാം നേടുന്നത്. എന്നാൽ ഒന്ന് ഓർക്കുക, സമ്പത്ത് എന്നുള്ളത് ദൈവിക ദാനമാണ്. അത് കൃത്യമായി വിനിയോഗിക്കണം. ധാരാളിത്വം വേദപുസ്തകം അനുവദിച്ചിട്ടില്ല. സമ്പത്ത് ദൈവിക ദാനമായതുകൊണ്ടാണ് 1/10 അഥവാ ദശാംശം ദൈവാലയത്തിൽ സമർപ്പിക്കണമെന്ന് മലാഖി പ്രവചനത്തിലൂടെ ദൈവജനത്തോട് ആവശ്യപ്പെടുന്നത്. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. നാം ജീവിക്കുന്നതായിട്ടുള്ള പ്രകൃതിയുടെയും കാര്യവിചാരകന്മാരാണ് നാം. ദൈവം സൃഷ്ടിപ്പിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും സസ്യലതാദികളെയും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു. അതിനുശേഷം 6-ാം ദിനമാകുന്നല്ലോ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം എല്ലാത്തിനുമേലും വാഴുവീൻ എന്ന് അവനോട് കൽപ്പിച്ചു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. വാഴുവീൻ എന്ന വാക്ക് അതിന്റെ മൂലഭാഷ എബ്രായ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പരിപാലിക്കുക എന്നുള്ളതാണ്. പരിപാലനം ഒരു കാര്യവിചാരകത്വത്തിലൂടെ ഉണ്ടാവുന്നതാണ്. നാം പ്രകൃതിയുടെ പരിപാലകരായി കാര്യവിചാരന്മാരെ തീരുമ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നാം അവസാനിപ്പിക്കും. ഭാവി തലമുറയ്ക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രകൃതി വിഭവങ്ങൾ നാം സൂക്ഷിച്ച് ഉപയോഗിക്കും. വന നശീകരണവും മലിനീകരണവും അവസാനിക്കും. ഭൂമിയിൽ സമൃദ്ധി ഉണ്ടാവും. ഞായറാഴ്ചത്തെ വിഷയം നമ്മുടെ ദൈനംദിന ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. തൊഴിലിന്റെ കാര്യവിചാരത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. തൊഴിലിലൂടെയും തൊഴിലിടങ്ങളിലൂടെയും നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ബഹുമാനിക്കണം. തൊഴിൽ ചെയ്യുന്നതിന്റെ മഹത്വവും തൊഴിൽ ദൈവത്തിന്റെ ദാനവുമാണ്, ദൈവത്തിന്റെ പങ്ക് വലുതാണെന്ന് ബോധിപ്പിക്കുന്ന ചിന്തകളിലാണ് നാം ഇന്നത്തെ വേദഭാഗങ്ങളിലൂടെ ദർശിക്കുന്നത്. ഒന്നാമതായി ഉള്ള ചിന്ത തൊഴിൽ ദൈവത്തിന്റെ നിയോഗമാണെന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം ആദ്യ ഭാഗങ്ങളിൽ യഹൂദ ഗോത്രത്തിൽ ഹൂരന്റെ മകനായ ബെസലേലിനെ വിദഗ്ധ തൊഴിലിനായി ദൈവം നിയോഗിക്കുന്നു എന്ന് കാണുന്നു. സുവിശേഷ വേലയ്ക്ക് ഒരാളെ നിയോഗിക്കുന്നത് പോലെ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. വിവിധ ജോലികൾ ചെയ്യുവാൻ അവനെ നിയോഗിക്കുന്നതായി കാണാം. ഒന്ന്, വിലപിടിപ്പുള്ള ലോഹങ്ങളിൽ കൗശല പണികൾ ചെയ്യുക. പൊന്ന്, വെള്ളി തുടങ്ങിയ ലോഹങ്ങളിലാണ് കൗശലപ്പണി ചെയ്യേണ്ടത്. രണ്ടാമത്, ദേവാലയങ്ങളിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുക. 3, വിലയേറിയതായ രത്നം വെട്ടി
ഉപകരണങ്ങൾ അത് പതിപ്പിക്കുക, 4 മരങ്ങളിൽ കൊത്തുപണി ചെയ്യുക. വലിയ വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലാണിത്. ഇന്ന് വിദഗ്ധ തൊഴിലിന് വലിയ കൂലിയാണ് ഈടാക്കുന്നത്. അത്തരം തൊഴിലാളികളെ നാം പ്രൊഫഷണൽ വർക്കേഴ്സ് എന്ന് വിളിക്കുന്നു. ബെസലേലിന് എത്ര ശമ്പളം നൽകിയെന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാൻ അവന് അറിവ് വർദ്ധിപ്പിച്ചു. ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് അവനെ നിറച്ചു എന്ന് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വായിക്കുന്നു. ഒഹ്ലേബിനെ ബെസലേലിന് സഹായിയായിട്ട് നിയമിച്ചായിട്ട് നാം കാണുന്നു. ദേവാലയത്തിലെ സകലവിധ ഉപകരണങ്ങളും പുരോഹിതന്മാരുടെ വിശുദ്ധ പത്രങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി കൂടിയാണ് അവരെ നിയോഗിച്ചത്. ദൈവം ഒരു ജോലിക്കായിട്ട് നിയോഗിക്കുമ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള കഴിവും ദൈവം നൽകും. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവാത്മാവിന്റെ സഹായത്താലാണോ പൂർത്തീകരിക്കുന്നതെന്ന് ശോധന ചെയ്യുവാനുള്ള അവസരമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. തൊഴിൽ ദൈവിക ദാനമാണ് എന്ന് രണ്ടാമത് നമുക്ക് ചിന്തിക്കാം. തൊഴിൽ ദൈവിക ദാനമാണ്. യേശു ചെയ്ത തൊഴിൽ ആശാരപ്പണിയായിരുന്നു. അജ്ഞാതകാലം എന്ന പുസ്തകത്തിൽ യേശുവിന് തൊഴിലിനോടുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. താൻ നുകമുണ്ടാക്കുമ്പോൾ തടി നന്നായി ചിന്തേരിട്ട് മിനുസപ്പെടുത്തുമായിരുന്നു. നുകം ചുമലിൽ വഹിക്കുമ്പോൾ മൃഗത്തിന് പരുവരുത്ത അഗ്രങ്ങളാൽ വേദന ഉണ്ടാവരുതെന്നുള്ള ചിന്ത യേശുവിനുണ്ടായിരുന്നു. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ ചെയ്യുവീൻ. കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അടുത്തതായ നമ്മുടെ ചിന്തകളിലേക്ക് നിറയുന്നത്, ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തി തൊഴിൽ ചെയ്യുന്നത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയല്ല. മേലുദ്യോഗസ്ഥന്റെയോ തൊഴിൽ ഉടമയുടെയോ മതിപ്പ് തൊഴിലാളിക്ക് ലഭിക്കുമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ മതിപ്പ് ഉണ്ടാകുവാൻ ആഴമേറിയ സമർപ്പണവും ആത്മാർത്ഥതയും തൊഴിലാളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ശമ്പളത്തിന് വേണ്ടിയുള്ള ജോലി അല്ല ചെയ്യേണ്ടത്. ദൈവത്തിന് നല്ല കാര്യവിചാരകരായി തൊഴിൽ ചെയ്യുക. ലഭിച്ചിരിക്കുന്ന ജോലി ആത്മീയ ഉത്തരവാദിത്വമായി കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് കാര്യവിചാരകത്വമായി മാറുന്നത്. ലഭിച്ചിരിക്കുന്ന ജോലി ആത്മീയ ഉത്തരവാദിത്വമായി കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് കാര്യവിചാരകത്വമായി മാറുന്നത്. നമ്മുടെ തൊഴിലിടത്തെ അൾത്താരയും തൊഴിലിനെ ആരാധനയായും മാറ്റുന്ന അവസ്ഥയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമർപ്പണത്തോടുകൂടി നാം തൊഴിലിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രതിഭ, സമർപ്പണത്തോടുകൂടി നാം തൊഴിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രതിഭ സമ്പൂർണമാകുന്നതും ജനോപകാരപ്രദമായ അനേക ഉപകരണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും. അടുത്ത ചിന്ത, മൂന്നാമത്തെ ചിന്ത വിനയത്തോടെ തൊഴിൽ ചെയ്ത് തീർക്കണമെന്നുള്ളതാണ്. വിനയത്തോടുകൂടി തൊഴിൽ ചെയ്ത് തീർക്കുക. ഒരു ജോലി ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ വിശ്രമം ആഗ്രഹിക്കാത്ത ആരുണ്ട്? തുടർച്ചയായി വ്യത്യസ്ത ജോലികൾ ചെയ്യുക പ്രയാസമാണെന്ന് നമുക്കെല്ലാം അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ വയലിൽ പോയി കഠിനമായ ജോലി പൂർത്തീകരിച്ചു വരുന്ന തൊഴിലാളിയോട് പാചകം കൂടി ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന യജമാനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. യേശുവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ജോലി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ യജമാനൻ ദാസന് നന്ദി പറയുമോ? 17:19 ലൂക്കോസ് 17:19. യജമാനൻ ദാസന് നന്ദി പറയുന്ന സാമൂഹിക അവസ്ഥയിലല്ല യേശു ജീവിച്ചത് നമുക്കറിയാം. താൻ പ്രകീർത്തിക്കപ്പെടണമെന്ന് തൊഴിലാളി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ യേശു പറയുന്നത് കേൾക്കുക: നിങ്ങൾ പ്രകീർത്തിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കരുത്, മറിച്ച് കൂടുതൽ വിനയമുള്ളവരായി നാം ചെയ്യേണ്ട ജോലികളെ ചെയ്തിട്ടുള്ളൂവെന്ന് പറയണം. ലൂക്കോസ് 17:10. നാലാമത് ഓർക്കേണ്ട കാര്യം, തൊഴിൽ അംഗീകാരം നേടുവാനുള്ള മാർഗമല്ല, പ്രത്യേകിച്ച് അത് വിശ്വസ്തയോടെ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമാണ്. മനുഷ്യരുടെ പ്രശംസ ലഭിക്കാത്തപ്പോഴും സമർപ്പണത്തോടെ പ്രവർത്തിക്കുക. മനുഷ്യരുടെ പ്രശംസ താൽക്കാലികമാണ്, ദൈവിക പ്രതിഫലം നിത്യമാണ്. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് കൊലോസ്യ ലേഖനത്തിൽ അതിന്റെ 3-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഓരോ സൂചിപ്പിച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രശംസ അല്ല, ദൈവിക പ്രതിഫലമാണ് വലുതെന്ന ചിന്ത
കൂടുതൽ വിനയത്തോടെ തൊഴിൽ ചെയ്യുവാൻ ഒരുവനെ പ്രാപ്തനാക്കും. ദൈവം ഈ വചനങ്ങളാൽ ഇന്ന് നമ്മെ ശക്തീകരിക്കട്ടെ.